ഉടമ്പടി എവിടെയാണ്? അതിൻ്റെ നിലപാട് തറ, അതിൻ്റെ നിലനിൽപ്പിടം എവിടെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി. നിങ്ങൾ എന്തിനാച്ചാൽ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം കേൾക്കണം, സാക്ഷ്യം കേൾക്കണം. ദാറ്റ് മീൻസ് അതൊരു പ്രൊവിഷനാണ്. സാക്ഷ്യം ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത. നിങ്ങളുടെ സങ്കടങ്ങൾ സമാശ്വസിപ്പിക്കപ്പെടുമെന്നുള്ള സാധ്യതയാണ് സാക്ഷ്യങ്ങൾ. ക്ലിയർ അല്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ, നമ്മൾ സങ്കീർണമായ സങ്കടങ്ങളല്ലേ മനുഷ്യനുള്ളത്. അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പക്ഷേ ഇക്കാലത്ത് ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. കൈയിട്ട് ചേർത്ത് ആരും പരിപാടി ഒരു രണ്ട് സന്ദേശമുണ്ട്. ഒന്ന് ഇടത് ചെവി. അപ്പോൾ എനിക്ക് കാണപ്പെടുന്നത് വലുതായിട്ടാണ്. അപ്പം ഞാൻ അതിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അപ്പം ഞാനത് ഇങ്ങനെയാണ് എടുക്കുന്നത്. അത് ദാറ്റ് മീൻസ് വലത് ചെവി. അപ്പോൾ വലത് ചെവിയിൽ എനിക്ക് കാണപ്പെടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ വശമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് ചെവിയിൽ അകത്തുനിന്ന് ഒരു മഞ്ഞ നിറമുള്ള നമ്മുടെ ഈ ഫിൽറ്ററില്ലേ, ഈ മഞ്ഞൾ ഒരു ചുക്ക, അതുപോലെ തന്നെ പുകയിലയുടെയൊക്കെ നിറമുള്ള ഒരു വസ്തു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, അതാണ് ചെവിയുടെ പ്രത്യേകത. രോഗമാണ്. എന്താണ് ഈ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം. വിരലിൻ്റെ വണ്ണത്തിൽ ഒരു തവിട്ട് സാധനം പുറത്തേക്ക് വരുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. അതിൻ്റെ കൂടെ വരുന്നൊരു സന്ദേശം, അതായത് ഈ ആളൊരു അല്പം ഒരു മങ്ങിയ നിറമാണ്. വൈറ്റ് അല്ല, എന്നാൽ പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു മങ്ങിയ നിറമാണ്. പക്ഷെ ചുണ്ട് തടിച്ചതാണ്, ചുണ്ട് ചുവന്നതാണ്, ചുണ്ട് ചുവന്ന് മലർന്നിരിക്കുന്ന ഒരു രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. മധ്യവയസ്കനായ കഷണ്ടിയുള്ളൊരച്ഛൻ, മധ്യവയസ്കനാണ്, ഒരുപക്ഷെ ഒരു 57-60 വയസ്സ് കാണുമായിരിക്കും. കഷണ്ടിയുള്ള വൈറ്റ് ലോഹ ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടൊരു അച്ഛൻ. ഈ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മെസ്സേജുണ്ട് ശിരസിൽ. ആ വിഷയത്തിൽ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്, കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശമുണ്ട്. ശ്രുതികട കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. പരമദിവ്യകാരുണ്യത്തിന് ആൻസി സണ്ണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉടമ്പടി പ്രകാരം കുറേ പഠിക്കേണ്ട കുറേ സാക്ഷ്യങ്ങൾ. ഉടമ്പടി നമുക്കറിയാവില്ല, ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി. അതിലൊന്ന് ആൻസി സണ്ണിയുടെ സാക്ഷ്യമാണ്. മുണ്ടക്കയ ആൻസി ചേച്ചിയെ എന്താ സംഭവിച്ചത്? ആൻസി ചേച്ചിയെ പാമ്പ് കടിച്ചു, ഒരു വളവരെയും പാമ്പ് കടിച്ചു. ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട്, ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട്.
പക്ഷേ നമുക്കറിയാമല്ലോ, പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഏത് പാമ്പാണെന്ന് അറിയാൻ പാടില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്പെഷ്യൽ പാമ്പ് കടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം, അങ്ങനെ നമുക്ക് ഇല്ലതാണ്. പക്ഷേ അത് കാരണം ഡോക്ടർമാരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഡോക്ടർ വളരെ മനുഷ്യോചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് 6 ഡോക്ടർമാർ 1 by 1 ആയിട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞ് ഞാനിപ്പം മരിക്കുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ, അവരെ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ 1 by 1 ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം ചിന്തിക്കാനോ സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തൊരു വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാരത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവരപ്പോഴൊക്കെ പറയുന്നു ഡോക്ടറെ, അപ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർമാർ എന്താ ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ ഇവർ പറയുന്നു ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരവിടുന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവർ ലിഫ്റ്റ് ചെയ്യും. അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ്. അവിടുന്ന് ഒരു ICU ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം. ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ്, ഇവിടെ ആംബുലൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നവർക്ക് മനസ്സിലായി. കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വിഷം കയറിപ്പോയി, ബ്ലഡിൽ ശക്തമായ രീതിയിൽ വിഷം കയറിപ്പോയി. കാര്യം ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു, ആശുപത്രി വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അകലെന്ന് വരണം. അതിന് ICU ഉള്ള എല്ലാ സെറ്റപ്പും ഉള്ള ആംബുലൻസാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവരെത്തത്തില്ല അവിടം വരെ. അപ്പോൾ അതിൽ ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും. അപ്പോൾ അതുവരെ ഇവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത് ഒരു നേഴ്സിനെ കൂട്ടി തിരിച്ച് ഇവർ പറയുന്ന പുതിയ ആശുപത്രിയിലോട്ട് വിടണം. അപ്പം അതിനുവരെയുള്ള സമയമാണ്. പക്ഷേ പ്രഷർ പെട്ടെന്ന് കൂടി 500 അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ടു പോകും. പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല. ഡോക്ടർമാർ ഭയപ്പെട്ടു, കാര്യം പ്രഷർ 500 ദാറ്റ് മീൻസ് വിഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി. ഇവർ പോവുകയാണ്. പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട്. ഇവർ നേഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയോട് പോവുകയാണ്. അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ, കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിൽ AC ഫുള്ളായിട്ട് വെക്കും. കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും, തണുക്കും. പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലിടും. അപ്പോൾ ഈ ചേച്ചി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തണുപ്പ് തോന്നണില്ല എന്ന് പറയാം. അപ്പോൾ നഴ്സ് കാര്യം പറഞ്ഞ് നല്ല തണുപ്പാണ്, മാക്സിമം തണുപ്പിച്ചത് പോണത്. പക്ഷേ ഈ ഇതിൻ്റെ ഫീലിംഗ് അവർക്ക് കിട്ടണില്ല. ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത്. അവസാനം ഹസ്ബൻഡിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. പിന്നെ ഈ കൈയും കാലുമൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം തീരാൻ പോണ പോലെ തോന്നും. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഓർമ്മ ഹസ്ബൻഡ് വരും. കാര്യം ഈ ചേച്ചി എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹസ്ബൻഡ് എവിടെ പോയാലും ഈ ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടിയുടെ ഒരു ഇത്തിരി ഉപ്പെടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻഡിൻ്റെ പോക്കലിട്ട് കൊടുക്കും. എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി നേരത്തെ ഉടമ്പടി എടുത്ത കാലം വരെ ചെയ്യണതാണ്. എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ വന്നത്, എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആ ഉടമ്പടി ഉപ്പെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിലും ഇടും. എന്നിട്ട് ഹസ്ബൻഡ് പറയും ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി, ഇനിയിപ്പോൾ എല്ലാം ഈശോ ഏറ്റെടുത്തോളും, അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് പറയും.
10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വിയർക്കും. പിന്നെ ഹോസ്പിറ്റലിലെത്തും. ഹോസ്പിറ്റലിലെത്തിയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല. അവർ തന്നെ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്? അപ്പോൾ എറണാകുളത്തെ റിപ്പോർട്ടുണ്ട്, വിഷമുള്ള റിപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രഷർ നോർമലായി. അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം. അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസിസ്റ്റേഴ്സ് പേടിക്കണില്ല, അല്ലേ? ദാറ്റ്സ് മൈ പോയിൻ്റ്. ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും. ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു. ആ സമയത്ത് തന്നെ യഥാർത്ഥ ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി, പെർട്ടിക്കുലർ പേഴ്സൺ, ഷീസ് നോട്ട് അഫ്രൈഡ്. വൈ? അതിന് ചോദ്യം, അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ. ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പ് കടിയേറ്റ പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ്. എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത്. നമുക്കറിയാമല്ലോ, ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ഗീവ്. ഐ വിൽ ചേർത്ത് ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിലെ. ഐ വിൽ, ഞാൻ നിനക്ക് തരും, അല്ലെ ഞാൻ നിൻ്റെ കൂടെ വരും, ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. ഒരു പുതിയ ഹൃദയം, പേടിക്കാത്ത ഒരു ഹൃദയം. പേടിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും. സംഭ്രമിപ്പിക്കാത്ത ഹൃദയം നിനക്ക് തരും. കാരണം സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണ് നിൻ്റെ ദൈവം. ഈ പേടി മാറണത് 2 തരത്തിലാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സംഭ്രമിക്കേണ്ട മകനെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിയമാവർത്തനം 31:8. നിയമാവർത്തനം 31:8 വായിച്ചോളൂ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് എന്ന് പറഞ്ഞ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അപ്പൊ ഈ സംഭ്രമിക്കാത്ത, ഇവർക്ക് ആൻസിക്ക് ഭയമില്ലെന്ന് പറഞ്ഞില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കർത്താവാണ് നിൻ്റെ കൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല, എക്സെപ്റ്റ് കവനൻ്റ് അല്ലാതെ. ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ്. എത്ര കാലങ്ങൾ മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നിന്നെ പാമ്പ് കടിച്ചാലും പഴുതാര കടിച്ചാലും നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. കൈയിടിച്ച് കർത്താൻ സാന്നിധ്യമായി കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു. ഞാനെന്നും സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. അതായത് ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എണ്ണ തേക്കുന്നില്ലേ? നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക്ക് പിടിച്ച് വരക്കും. യാത്രക്ക് പോകുമ്പോൾ ചെയ്യും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും, ഇൻ്റർവ്യൂ വേണ്ടപ്പോൾ ചെയ്യും. എന്താ കാര്യം എണ്ണ തേക്കണ? എന്താ കാര്യം? എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? ആരാ കണ്ടത്? യാക്കോബ്, അല്ലേ? യാക്കോബ് സ്വർഗത്തിൽ നിന്ന്
ഒരു ഏണി ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോൾ അതിലേക്ക് ദൈവദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പടി തൈലം, ഒലിവ് തൈലം ഒഴിക്കും. എന്നിട്ട് എന്താ പറയണത്? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, കർത്താവിൻ്റെ ഭവനമാണ്, ഇതിൻ്റെ പേര് ബദ്ധലെന്ന്. കർത്താവിൻ്റെ കൈയടിച്ച് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. Read it. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 28-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ബർശബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതായത് ഈ വാഗ്ദാനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി ജീവിക്കുന്നവരെ, വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം. എന്താ കാര്യത്തിൽ ഞാൻ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അവസ്ഥ നമ്മൾക്ക് 22 വെളിപാടിൻ്റെ 22 22:6 എന്താ പറയുക, റൈറ്റ് ഡൗൺ എന്ന് പറയും. എന്താണ്? ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് 22:6 ശ്രദ്ധിക്കട്ടെ. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ്, കാര്യം അതാണ്, സത്യമായത് കൊണ്ടാണ്. ഇതെൻ്റെ ജീവിതത്തിൽ, അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ്. എവിടെയെല്ലാം കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി, യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്, നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം, നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക്. ആ ഒരു ബോധം നിനക്കുണ്ടാകണം. നീയാണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും, ഈശോ എന്നാ പറഞ്ഞത്? കാലത്തിൻ്റെ അവസാനം വരെ, അല്ലേ? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഈശോ പറഞ്ഞത് ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34 21:33. അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ആകാശവും
ഭൂമിയും കടന്നു പോകും. ഭൂമിയും കടന്നു പോകും. Take the actual versicle. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങൾ കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33. 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നീ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ലേ ടൈമൊക്കെ ഉണ്ടാകണത് അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ? അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ? അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോവുകയും കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്? ഭൂമിയും മാറും. ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം എന്ന് പറഞ്ഞ് ആകാശവും കടന്നു പോകും. ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റ് തമ്മിൽ ഇടിച്ച് പൊങ്ങി അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ലീഹയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലല്ലേ? കടലാണല്ലേ ഇവിടെ? ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലമെന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലെടുക്കുന്ന ഊര് അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് എൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല, തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കൂടുകയാണ്. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതേപോലെ തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയിടിച്ച് കർത്താവിന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മക്കളെ സ്വസ്തിക പോലെ കൈനെഞ്ചത്ത് വെച്ച് സർവം സമർപ്പിച്ച് കർത്തൃദിവസത്തിൽ അഭിഷേകം സ്വീകരിക്കുക. കർത്താവ്, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് തന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ നീ അതിൻ്റെ അഭിഷേകത്തെ നീ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ശിരസ് കൈവെക്കുക. 3 പേരാ നിൽക്കണമെങ്കിൽ 3 പേരായിട്ടും കൈ ശിരസിൽ വെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ ഈശോ അഭിഷേകം ചെയ്യും. നേരത്തെ ധ്യാനത്തിൽ കേട്ട പുതിയ അഭിഷേകം, ഒരു പ്രഭാതത്തിലും വേണ്ടി വരുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന അഭിഷേകം, എല്ലാത്തിനും തരം ജീവിക്കാനുള്ള ആവേശോജ്വലമായ ആത്മധൈര്യം നിങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്ന സമയമാണ്. അതേസമയം തന്നെ രോഗങ്ങൾ, പീഡകൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത സങ്കടങ്ങൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും തടം ചെയ്യാനുള്ള ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് വിലാപങ്ങളുടെ പുസ്തകം 3:23 പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ഇപ്പോൾ മക്കളെ അഭിഷേകം ചെയ്യണമേ.
ദൈവത്തിൻ്റെ പുതിയ സ്നേഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവ് സങ്കീർത്തനം 92:10 പ്രാർത്ഥിക്കുന്ന പുതിയ തൈലത്താൽ കർത്താവെ മക്കളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ പുതിയ പരിശുദ്ധാത്മ വരദാനങ്ങളാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു, ഐ വിൽ ഗീവ് എ ന്യൂ സ്പിരിറ്റ്. കർത്താവെ നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം, പുതിയ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് അളിച്ച കർത്താവെ, എല്ലാത്തിനെയും ഉടമ്പടി പാലിക്കുകയും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ തിരിച്ചു പോരാൻ കൂട്ടക്കാതിരിക്കുകയും ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പുതിയ ഹൃദയത്താൽ അങ്ങ് മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ ജനമേ, എസെക്കിയേൽ 37:13 പ്രാർത്ഥിക്കുന്നു, കല്ലറകൾ തുറന്ന് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനാണ് നിന്റെ ദൈവമെന്ന്. കർത്താവെ, അനേകം കല്ലറകളിൽ അങ്ങയുടെ മക്കള് ചത്ത് ചീഞ്ഞ് ജഡമായി എൻ്റെ ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ കണ്ണീരോടെ ഇരിക്കുക. അവിടെയെല്ലാം ആത്മാവിനെ അവശേഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു, ഐ വിൽ ഗീവ് ദം മൈ ന്യൂ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ നിങ്ങളെ കയക്കും. കർത്താവ് ഹെബ്രായർ 4:6 പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പങ്കാളികളായിക്കൊണ്ട് അനുദിനമുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവെ മക്കളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് അടിപ്പിട പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഐസയ 43:2 പ്രാർത്ഥിക്കുന്നു, അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല, മുക്കിക്കളയത്തില്ല. കർത്താവെ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ. ഓരോ മക്കളിലേക്ക് കർത്താവെ അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സൗഖ്യം കർത്താവെ മക്കളിലേക്ക് അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. റൂഹാദൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദൈവത്തിൻ ചൈതന്യമേ, ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നീ